10ാം ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷനാണ് അല്പസമയം മുമ്പ് ലൈവിൽ കഴിഞ്ഞത്. നമ്മൾ ഇന്നലത്തെ പ്രോമോ കണ്ടപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും നോമിനേഷനിൽ എത്തിയിട്ടുണ്ട്. 3 പേര് മാത്രമാണ് സേഫ് ആയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. 10ാം ആഴ്ചയിലെ എവിക്ഷൻ നോമിനേഷനിൽ 8 പേര് വന്നിട്ടുണ്ട്. അതിൽ 3 പേര് മാത്രമാണ് സേഫ് ആയിരിക്കുന്നത്. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആദില സേഫ് ആയിട്ടുണ്ട്, ആര്യനും നൂറയും സേഫ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും എവിക്ഷൻ നോമിനേഷനിലേക്ക് വന്നിട്ടുണ്ട്. 2 വോട്ടുകൾ വീതമുള്ളവരെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്തിരിക്കുന്നത്. ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. അതിൽ നിവിൻ, സാബു, ലക്ഷ്മി ഇവർക്ക് 2 വോട്ടുകൾ വീതം കിട്ടിയിട്ടുണ്ട്. 3 വോട്ടുകളുമായി അനീഷ്, അനുമോൾ, അക്ബർ, 4 വോട്ടുകളുമായിട്ട് ഷാനവാസ് എന്നിങ്ങനെയാണ് എവിക്ഷൻ നോമിനേഷനിൽ എത്തി നിൽക്കുന്നത്. ഗ്രൂപ്പിസം കളിച്ചുകൊണ്ട് എവിക്ഷനിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഇപ്പം നൂറയാണെങ്കിലും അനുമോളാണെങ്കിലും 2 പേരും എങ്ങനെയും നിവിനെ ഇടണമെങ്കിൽ എന്തോ അങ്ങനെ ഒരു കളി കളിച്ചിട്ടുണ്ട്. നിവിനെ മനഃപൂർവ്വം ഇട്ടിരിക്കുകയാണ്. എന്നാൽ 10ാം ആഴ്ചയിൽ എവിക്ഷനിൽ പോകാൻ സാധ്യത കൂടുതൽ കാണുന്നത് സാബുമാനും ലക്ഷ്മിക്കും ബിന്നിക്കുമാണ്. ഇവർക്കാണ് വോട്ടുകൾ പൊതുവെ എടുത്ത് നോക്കുകയാണെങ്കിൽ അൺഒഫീഷ്യലിൽ കുറവുള്ളത്. എന്തായാലും കളിക്കാത്തതും ഇവരൊക്കെ തന്നെയാണ്. സാബുമാനും ലക്ഷ്മിക്ക് എന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ലക്ഷ്മിക്ക് ഓരോരോ കണ്ടന്റേ ഉള്ളൂ. അത് ഷാനവാസ്. സാബുമാനും പ്രത്യേകിച്ച് കണ്ടന്റേ ഇല്ല. അപ്പോൾ അവരൊക്കെ അവിടെ വെറുതെ നിൽക്കുന്നതിലും അവർ പുറത്തു പോകുന്നതാണ്. അല്ലാണ്ട് നെവിനൊക്കെ ഒരുപാട് പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. വീടിനകത്ത് ഓടിച്ചാടി ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ നെവിനൊന്നും ഒരിക്കലും പോകാൻ പാടില്ല. കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക, കളിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ അവരെ മാത്രം പുറത്താക്കുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി വീട്ടിനുള്ളിൽ ഉണ്ടാവണമെങ്കിൽ ജെനുവനായിട്ട് കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്യുക. ഇവരൊക്കെയാണ് എവിക്ഷൻ നോമിനേഷനിൽ എത്തി നിൽക്കുന്ന 8 പേര്. ഇവരിൽ ആര് പുറത്തു പോകും, എന്താകും എല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.